അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും പരിശുദ്ധമായ റമളാൻ്റെ 9ാമത്തെ നോമ്പിൻ്റെ ദിനത്തിലും അതുപോലെ തന്നെ യൗമുൽ ജുമയുടെ ദിനത്തിലുമാണ് നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, വിജയിക്കുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന 3 അടയാളങ്ങൾ. ഒരു വ്യക്തിക്ക് 3 അടയാളം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പിക്കാം അവൻ വിജയിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ അടയാളം പറയുന്നത്, നമ്മൾ റമളാൻ മാസം 30 ദിനത്തിലും നിരന്തരം നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ദുആണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇതിലെ രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ക്ഷമാപണം ഞാൻ ചോദിക്കുന്നു, എനിക്ക് നീ പുറത്തു തരണേ, എൻ്റെ പാപങ്ങൾ പൊറുക്കണേ. അതാണ് ഫസ്റ്റ്. കസ്റത്തുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു മനസ്സിൽ നിന്ന് പ്രകടമാകുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവൻ നമുക്ക് ഉറപ്പിക്കാം അവൻ വിജയികളുടെ കൂട്ടത്തിലാണെന്ന്. രണ്ടാമത് പറയുന്നത്, സഹറിൻ്റെ സമയത്ത്, നമ്മുടെ അത്താഴ സമയത്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വേണ്ടിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് നമ്മുടെ നാഥനോട്, റബ്ബിനോട് നമ്മൾ ചോദിച്ചെടുക്കുക, വാങ്ങിച്ചെടുക്കുക. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത്, റമളാൻ മാസത്തിൽ നിരന്തരം നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവൻ വിജയികളുടെ കൂട്ടത്തിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ 3 കാര്യങ്ങൾ, ഈ 3 ക്വാളിറ്റി അവൻ്റെ അടുക്കലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അവൻ വിജയികളുടെ കൂട്ടത്തിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ 3 അടയാളങ്ങളോട് കൂടി വിജയികളുടെ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.